ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വ്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഡിഷ് തന്നെയാണ് നമ്മുടെ സ്വന്തം തൈര് സാദം. അപ്പോൾ ഇതും നമ്മൾ നോർമലായിട്ടുള്ള സാധാരണ റേഷൻ അരിയിലാണ് ഈ തൈര് സാദം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അത് നമ്മുടെ വലിയ സവാള, അതേപോലെ ഇഞ്ചി, പിന്നെ സാമ്പാർ പരിപ്പ്, പിന്നെ പച്ചമുളക്. അതല്ലാണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്, അതാണ് നമ്മുടെ മാതള നാരങ്ങ. അപ്പോൾ ഈ ഐറ്റംസും കൊണ്ട് മാത്രം നമുക്ക് ഒരു അടിപൊളി തൈര് സാദം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കുക. നമ്മൾ സവാളയും അതേപോലെ തന്നെ സാമ്പാർ പരിപ്പും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സവാള എന്ന് പറയുന്നത് ചെറിയ ചെറിയ പീസ്, അതായത് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇത് തൈര് സാദത്തിൽ അങ്ങ് മിക്സ് ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളിത് വഴറ്റിയെടുത്ത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിതിനെ നല്ല രീതിയിൽ അങ്ങ് വഴറ്റി അങ്ങ് എടുക്കുക. സംഭവം സിമ്പിളാണ്. ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി വീട്ടിൽ ഇച്ചിരി കശുവണ്ടി ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതും നമ്മൾ കശുവണ്ടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തൈര് സാദത്തിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ച ചോറിലോട്ട് നമ്മുടെ തൈര് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ തൈര് നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഉപ്പിൻ്റെ കാര്യം ചില സമയത്ത് വിട്ടുപോകാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ് റേഷൻ അരിയും കൊണ്ടുള്ള ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് മുകളിൽ കാണാം, നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോയും കാണുക. അപ്പോൾ അതിനകത്ത് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപ്പ് മിക്സ് ചെയ്തു, നല്ല രീതിയിൽ ഉപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനി ചെയ്യാനുള്ളത് എന്താണ്, വളരെ സിമ്പിളാണ്. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നമ്മുടെ സവോളയും ഇഞ്ചിയും മുളകും അതേപോലെ സാമ്പാർ പരിപ്പും പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാതള നാരങ്ങയും എല്ലാം കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ, നമ്മുടെ തൈര് സാദം ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് മാതള നാരങ്ങയാണ്. ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ചെറിയ കുട്ടികളുണ്ടാവും, ആ കുട്ടികൾക്ക് പഴമാങ്ങ ഇഷ്ടമായിരിക്കും. അപ്പോൾ പഴമാങ്ങ വേണമെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് പഴമാങ്ങയും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഇൻട്രസ്റ്റോടെ കഴിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ അതേ കൊച്ചു പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേരൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി അടുത്തത് മാതള നാരങ്ങ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തു. മാതള നാരങ്ങ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തൈരും പിന്നെ ഈ ചോറും മാതള നാരങ്ങയും നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ എന്നീ ഐറ്റംസും നമുക്ക് ഫ്രൂട്ട്സ്, നമുക്ക് മുന്തിരിങ്ങ വേണമെന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങ ഇടാം, എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. പിന്നെ ഉപ്പൊന്ന് ഏകദേശം ഒന്ന് ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി ഉപ്പ് ചേർക്കാം. അപ്പോൾ എല്ലാവരും തൈര് സാദം നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കോമ്പിനേഷൻ ഇതാണ്, നമ്മുടെ മുളക് വറുത്ത മുളക് അല്ലെങ്കിൽ കൊണ്ടാട്ടമുളക്, പിന്നെ അതേപോലെ നല്ല അച്ചാർ. അപ്പോൾ ഇനി ഞാൻ ഇതൊരു പിടുത്തം പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയതൊരു പിടുത്തം പിടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല അടിപൊളി തൈര് സാദവും അതേപോലെ തന്നെ കൊണ്ടാട്ടമുളകും അതേപോലെ നമ്മുടെ അച്ചാറും, ഇതെല്ലാം കൂടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ച് എങ്ങനെ ഉണ്ടെന്നൊന്ന് ഞാൻ ഇപ്പം തന്നെ പറയാം. നോക്കട്ടെ, ഒരു വായ ഒന്ന് കഴിച്ചൊന്ന് നോക്കട്ടെ. ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടി സെറ്റപ്പാണ്, സെറ്റപ്പ് സൂപ്പർ, അടിപൊളി. നമ്മുടെ ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫുഡാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടേക്ക് കെയർ, ബൈ.